ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണജയന്തി വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ ഒരുക്കിയതാട്ടോ. കൊള്ളാമെങ്കിൽ പറയണേ. അപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന 4:30-ക്കായിരുന്നു. അപ്പോൾ അവളത് ഒരുക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ നിന്നാട്ടോ വേഷം കെട്ടിച്ചത്. അതിന് മുന്നത്തെ 2 വർഷവും അവൾ വേഷം കെട്ടിയിരുന്നു. അത് എൻ്റെ വീടിൻ്റെ അവിടെയുള്ള കാവിലായിരുന്നേ. അപ്പോൾ ഈ വർഷം ഇവിടെ കെട്ടിക്കാമെന്ന് വിചാരിച്ചു. വേഷമൊക്കെ കെട്ടി കുണിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അവൾ നടക്കുമെന്നൊക്കെ. പക്ഷെ അവൾ നടന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ എടുക്കുന്നൊന്നും പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞങ്ങളിത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, മുറ്റത്ത് തന്നെ അമ്പലം. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ കുറേ ബാൻഡ് മേളത്തിൻ്റെ പിള്ളേർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ചേച്ചി ഒരു ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ച് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്ന കേട്ടോ. ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തൊക്കെ നിന്നൊക്കെ കൊടുത്തു. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോയി. അവിടെ അത്യാവശ്യം പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു അമ്മമാരും ഒക്കെ താലപ്പൊലി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോയി പെട്ടെന്ന് തന്നെ കാവി ചെന്ന് കയറി. വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരുപാട് കൃഷ്ണന്മാരും രാധമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ദൈവം സഹായിച്ച് മഴയൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ തവണ ശ്രീകൃഷ്ണൻ എനിക്ക് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതേ അവളും കൊച്ചും ഒക്കെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ ഇവിടെ കുറേ എനിക്കൊന്ന് അരങ്ങേറ്റം ഉണ്ടായിരുന്നു പിള്ളേരുടെ ചെണ്ടമേളത്തിൻ്റെ. അപ്പം അതിന് കുറേ ചെണ്ടയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പിള്ളേർ കൊട്ടി ഒക്കെ ഉള്ള പരിപാടികളായിരുന്നു. പിന്നെ തെയ്യത്തിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ തെയ്യത്തിൻ്റെ വേഷം കെട്ടിയവരുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ കൊച്ചിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഘോഷയാത്ര ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെയുള്ള പള്ളിയിലെ അച്ഛനാട്ടോ ഇത് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തത്. അപ്പം ഇപ്രാവശ്യം അതിന് വലിയ ആഘോഷങ്ങളില്ലായിരുന്നു. നമ്മുടെ വയനാടിൻ്റെ ഇതുണ്ടായിരുന്നു. എന്നാലും ആളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യൂണിഫാസ്റ്റ് ഇതൊക്കെ നമ്മുടെ ദുരിതാശ്വാസത്തിലേക്കാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ കേട്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ ഭയങ്കര ഡാൻസായിരുന്നേ. ഒത്തിരി യാത്രയാവുന്നതിന് പിള്ളേർ ക്ഷീണിക്കുന്നതിനൊക്കെ മുമ്പ് കാവി ചെന്ന് കയറിയായിരുന്നു കേട്ടോ. പിന്നെ വലിയ ചേച്ചിമാരുടെ കൂടെ വലിയ പിള്ളേരുടെ കൂടെ വലിയ ആൾക്കാരെ സമയം കാണത്തില്ല. ഒരു നോക്കി പറ 6:30 ഗോവിന്ദ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ നീളം